ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരുന്ന 10 വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഞാൻ ഈ ഒരു വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തത്? ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ക്രിയേറ്റേഴ്സ് എസ്പെഷ്യലി ഈ ഒരു കാര്യം വളരെയധികം മനസ്സിലാക്കിയിരിക്കണം. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. യൂട്യൂബിൽ നമ്മൾ ഒരു ചാനലെല്ലാം ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് പല കാര്യങ്ങളും നമ്മൾ അറിയാതെയെല്ലാമാണ്. അതായത് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാനലിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും വ്യക്തമായ ഐഡിയ ഒന്നും പലർക്കും ഉണ്ടാകില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആയി വീഡിയോസ് എല്ലാം ചെയ്ത് യൂട്യൂബിൽ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അധികം ആളുകളും ഇത്തരത്തിൽ ജസ്റ്റ് ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ചാനൽ തുടങ്ങണം, കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണം, ഇതെല്ലാം മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതിനാൽ തന്നെ എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊന്നും കൂടുതലായി ആലോചിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. അതിനുശേഷം കുറച്ച് കാലമെല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്താൽ പോരാ, ഇതിൽ നിന്നും ഒരു മാറ്റം വേണം, എനിക്ക് താല്പര്യമുള്ള വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ല എന്നെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് വ്യൂസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനലിൻ്റെ നിഷ് എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഉദാഹരണമായി നിങ്ങൾ ആദ്യം ഒരു അൺബോക്സിംഗ് എല്ലാം ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാമാണ് ഇട്ട് തുടങ്ങുന്നത് എന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ, അതുമല്ലെങ്കിൽ അൺബോക്സിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ല എനിക്ക് ഈ ചാനലിൽ ചെയ്യേണ്ടത്, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, എനിക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ പാഷൻ എല്ലാം കുക്കിങ്ങിലാണ്, അതിനാൽ തന്നെ ഈ ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് എല്ലാമാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇപ്രകാരം കുറച്ച് കുക്കിംഗ് വീഡിയോസ് എല്ലാം ഇടുന്നു. എന്നാൽ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു, അതിലേക്ക് ഒരുപാട് വ്യൂസ് എല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിൽ വ്യൂസ് എല്ലാം വരുന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അതേ കണ്ടന്റ് ടൈപ്പ് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നില്ല. ഉദാഹരണമായി നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് എല്ലാം ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അൺബോക്സ് ചെയ്യാനും എല്ലാം സാധിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ പ്രൊഡക്റ്റ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലുകൾക്ക് അവർക്ക് ഇത്തരത്തിൽ ഇതിനുള്ള സോഴ്സ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചാനൽ അവിടെ സ്റ്റക്ക് ആകും. അതിനാൽ തന്നെ പലരും ഇത്തരത്തിൽ അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കും. അതായത് ഇനി എത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന്. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്തു, അതിലേക്ക് നല്ല വാച്ച് അവർ എല്ലാം വരുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ നിഷ് എല്ലാം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ പുതുതായി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുക്കിംഗ് വീഡിയോസ് എല്ലാമാണ്. കാരണം നിങ്ങൾക്ക് അതിൽ പാഷനുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് വീഡിയോസ് അതേ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കാണില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴേക്കും ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നിങ്ങൾ ഒരു നിഷ് അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നിഷ് ചേഞ്ച് ചെയ്ത് പുതിയൊരു നിഷിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്താലും അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് എല്ലാം ലഭിക്കും. എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വീണ്ടും കുറെ നല്ല കുക്കിംഗ് വീഡിയോസ് എല്ലാം ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്രകാരം വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 50% ഇത് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരും, അതുപോലെ 50% നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന വീഡിയോസ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അതിനാൽ തന്നെ ഇവിടെ ഒരു ക്ലാഷ് വരുന്നുണ്ട്.
അതായത് നിങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ഇത് കുക്കിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. എന്നാൽ നിങ്ങളുടെ പഴയ ടെക്നോളജി വീഡിയോസിലേക്കാണ് കൂടുതൽ വ്യൂസ് എല്ലാം വരുന്നത് എങ്കിൽ ആ ഒരു വീഡിയോസിൽ നിന്നെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പഴയ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ വീഡിയോസിൽ നിന്നും നമുക്ക് അനലറ്റിക്സിൽ പോയാൽ അതിൽ നിന്നും വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് എല്ലാം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം നിങ്ങളുടെ പഴയ ടെക്നോളജി വീഡിയോസിനാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കൂടുതലായും സജസ്റ്റ് ചെയ്യുന്നത് ടെക് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കായിരിക്കും. കാരണം യൂട്യൂബ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചാനലിൽ നിന്നും കൂടുതൽ വ്യൂസ് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ടെക് ആണ്. എന്നാൽ നിങ്ങളുടെ താല്പര്യം ഇത് കുക്കിംഗ് റിലേറ്റഡ് ആയ വീഡിയോസിലേക്കുമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പഴയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ ഓഡിയൻസ് എല്ലാം ഇത് നിങ്ങൾക്ക് കുക്കിങ്ങിന് മാത്രമായി ഇഷ്ടപ്പെടുന്നവരെ ലഭിക്കുക. അതായത് ടെക്നോളജി ഇഷ്ടപ്പെട്ടു വരുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് അത് നിങ്ങളുടെ ചാനലിലേക്ക് ആഡ് ആകാതിരിക്കാൻ നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് വാച്ച് അവർ എല്ലാം വന്നിരിക്കുന്നത്. ഏകദേശം 3000-ഓളം എല്ലാം വാച്ച് അവർ എത്തി എന്ന് കരുതുക. എന്നാൽ ഇതിനു ശേഷം നമുക്ക് ഇപ്രകാരം ഈ പഴയ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടില്ല. കാരണം എങ്ങനെയെങ്കിലും 4000 വാച്ച് അവർ തികയ്ക്കണം എന്നായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനാൽ തന്നെ ഓൾഡ് വീഡിയോസ് ഇത്തരത്തിൽ നമ്മൾ നിഷ് ചേഞ്ച് ചെയ്താലും പഴയ നിഷിലുള്ള വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാകില്ല. കാരണം ഇത് നമ്മുടെ വാച്ച് അവർ പിന്നീട് കുറയ്ക്കുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് എല്ലാം ഈ കുക്കിംഗ് വീഡിയോസ് എല്ലാം ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ കുറച്ച് വീഡിയോസായി ഈ ടെക് റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ചാനലിലും അപ്ലൈ ചെയ്തിരുന്നത്. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയോട് കൂടിയൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിനാൽ തന്നെ പിന്നീടെല്ലാമാണ് ഇത്തരത്തിലുള്ള കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നെല്ലാം മനസ്സിലായത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ചാനലുകൾ തീർച്ചയായും നിങ്ങൾ നേരത്തെ നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇത് ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്ത് എല്ലാം ലഭിക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ ഏകദേശം 10 വീഡിയോസ് നല്ല വ്യൂസ് ഉള്ള 10 വീഡിയോസ് എല്ലാമാണ് ഡിലീറ്റ് ചെയ്തത്. കാരണം എനിക്ക് ഇപ്പോഴും ആ വീഡിയോസിൽ നിന്നെല്ലാം അതിൽ നിന്നും വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. എന്നാൽ എൻ്റെ ചാനൽ നിഷ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് എൻ്റെ ഈ പുതിയ നിഷ് ഇത് താല്പര്യപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ ഈ പുതിയ കാറ്റഗറിയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇത് താല്പര്യപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ നമ്മൾ ഇപ്രകാരം കുക്കിംഗ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്നോളജി വീഡിയോസ് എല്ലാം കണ്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവർ ഈ വീഡിയോസ് ഒന്നും കാണണമെന്നില്ല. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വീഡിയോയുടെ റാങ്കിങ് എല്ലാം നഷ്ടപ്പെടാനും ഇത് കാരണമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിലുള്ള ചാനലെല്ലാം ആണെങ്കിൽ ഇപ്രകാരം നിങ്ങളുടെ മോണിറ്റൈസേഷൻ എല്ലാം ആയതിനു ശേഷം പുതിയ നിച്ചിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പഴയ നിച്ചിലുള്ള വീഡിയോസ് ഇത് പതുക്കെ പതുക്കെ ഒഴിവാക്കുകയും വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഗ്രോത്ത് ഇത് കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ പല ചാനലുകളും ഇതുപോലെ നീഷ് എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം അവരുടെ ചാനലെല്ലാം സ്റ്റക്കായിരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്